ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാജു വൃത്തികാ മാഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടി അവരുടെ വിവാഹം കഴിഞ്ഞു എന്നല്ലേ? ആ അതെ, അതിനെന്താ ഇപ്പോ? ശരിക്കും അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല. മകന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാ. ഇത് സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ കൈ തന്നെയാ. ത്രയംബകം വില്ലൊടിച്ച് രാജകുമാരിയായ സീതയെ സ്വയംവരം ചെയ്ത രാമചന്ദ്രന്റെ കൈ. പക്ഷേ രാമായണത്തിലേതുപോലെയല്ല മകന്റെ കഥയില്. സ്വയംവരം കഴിഞ്ഞ നേരെ പട്ടാഭിഷേകം. മകൻ ഒരു രാജാവായി വാഴും. രാജയോഗമാണ് മകന്റെ കയ്യിൽ ഞാൻ കാണുന്നത്. എന്തായി, ഞാനെന്തേ പറയില്ലായിരുന്ന രാജുവിന്റെ രാജയോഗത്തെ പറ്റിയും രാജകുമാരിയെ പറ്റിയും? അന്ന് നിങ്ങളെല്ലാവരും എന്നെ പുച്ഛിച്ചു. ഇപ്പൊ ദേ വൃത്തികാ മാഡം അവന്റെ ജീവിതത്തിലേക്ക് വന്നു. ഇനിയും അവനെന്തോ മഹാഭാഗ്യമുണ്ടെന്നല്ലേ ഇവര് പറയണത്? അതെ, ചെങ്കോലും കിരീടവും കയ്യിലേക്ക് വരാൻ ഇനി അധിക നാളില്ല. അതിൽ കൂടുതലൊന്നും എനിക്കിപ്പൊ പറയാനുമില്ല. ഇതിൽ കൂടുതൽ എന്തു പറയണം? വൃത്തികാ മാഡം ആ കൈയൊന്ന് കാണിച്ചേ. ഞാനോ? കാണിക്കുന്നേ. വേണ്ട, ഈ മോളുടെ മുഖം നോക്കിയാൽ തന്നെ എനിക്കെല്ലാം മനസ്സിലാവും. സുഖസൗകര്യങ്ങൾക്കിടയിൽ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് പിറന്ന മോളാണ്. ചെറുപ്പത്തിൽ തന്നെ ഒരാളെ പിരിയേണ്ടി വന്നു. അയാള് മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടാൻ മോള് തയ്യാറായിക്കോ. അല്ല, പോവാണോ? ആ, ലക്ഷണവും രേഖയും പറയുന്നതിന് ഞങ്ങൾക്കൊരു കണക്കുണ്ട്. ഇന്ന് ഇത്രയും പറഞ്ഞാ മതിയെന്നാ കുലദൈവം അറിയിച്ചിരിക്കുന്നത്. ഞാൻ മടങ്ങുക. ഈ വഴിക്ക് ഇനി ഒരിക്കൽ വരുമ്പോ തീർച്ചയായും ഞാൻ ഈ വീട്ടിൽ വരാം. രാജു, ദക്ഷിണ കൊടുക്കണം. വേണ്ട, ദക്ഷിണയൊന്നും വേണ്ട. എന്ത് സംഭവിച്ചാലും മോള് ഈ താലിയില് ഒരു കൈകൊണ്ട് മുറുക്കെ പിടിച്ചോളണം. അയ്യോ, അവരെന്താ ഋതിക മോളോട് അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എന്തെങ്കിലും കാര്യം ഉണ്ടാവൂടി. അംബിക മാഡവും ദീപക് സാറും ഇവർക്കെതിരെ ഓരോന്നും ചെയ്യാനുള്ള ശ്രമത്തിലാണല്ലോ. അതായിരിക്കും അവരുദ്ദേശിച്ചത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളകത്തേക്കല്ലേ. ആ മോളെ, വാ. അകത്തേക്ക് വാടാ. ഞാൻ വരാം. ആഹാ, നിങ്ങൾ എന്താ മനുഷ്യ ഇന്ന് പോയി കിടക്കാത്തത്? സാധാരണ ഉറങ്ങാനുള്ള സമയമായല്ലോ. ഇന്ന് എന്തു പറ്റി? മനസ്സിനൊരു സുഖമില്ലടി. നിങ്ങൾക്കിത് എന്തു പറ്റി? ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അതല്ല രാധേ, വർമ്മ സാറ് പറഞ്ഞ കാര്യം ആലോചിച്ചപ്പോ. വർമ്മ സാറ് നമ്മളെ അവരുടെ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങിന് വിളിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വലിയ സന്തോഷായിരുന്നല്ലോ. അതിനകത്ത് ഇതിന് മാത്രം വിഷമിക്കാൻ എന്താ? അതല്ലാന്ന് നമ്മുടെ മോനെ ഇതിനെതിരെ നിൽക്കുമെന്ന് എന്റെ പേടി.
രാജുവോ? അവൻ എന്തിനെതിര് നിൽക്കാനാ? രാധമ്മേ, അത് എന്താന്ന് വെച്ചാ നിങ്ങൾ തുറന്നു പറ വേണുവേട്ടാ. രാധയോട് എല്ലാം തുറന്ന് പറയണോ? രാധേ, നീ കരുതും പോലെയല്ല കാര്യങ്ങള്. നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ഈ കുടുംബത്തിലും വർമ്മസാറിന്റെ വീട്ടിലുമായിട്ട് നടക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയും. ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നീ ഇത് സമാധാനമായിട്ട് കേൾക്കണം. നിങ്ങൾ കാര്യം പറയും. രാജു ഋതിക മാഡവുമായി നമ്മുടെ വീട്ടിലേക്ക് വന്നത് നീ ഓർക്കുന്നില്ലേ? ഉണ്ട്, ഓർക്കുന്നുണ്ട്. ഋതിക മാഡം, മാർച്ചിന്റെ കല്യാണമല്ലേ ഇന്ന്? ആ കല്യാണം നടന്നില്ല. പകരം ഋതിക മാഡത്തിന്റെ കഴുത്തില് ഞാൻ താലി കെട്ടി. അന്ന് അവര് നമ്മളോട് പറഞ്ഞത് രാജു ഋതിക മാഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടി അവരുടെ വിവാഹം കഴിഞ്ഞു എന്നല്ലേ? ആ അതെ. അതിനെന്താ ഇപ്പോ? ശരിക്കും അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല. നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നേ? അതെ രാധമ്മേ, ശരിക്കും അവർ തമ്മിൽ ഇങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല. വിവാഹം കഴിച്ചെന്ന് അവര് നമ്മളോട് നുണ പറഞ്ഞതാ. എന്തിനാ അവരെന്തിനു നമ്മളോട് ഇങ്ങനെ ഒരു നുണ പറയണം? രാധേ, നീ ബഹളം വെക്കാതെ. അകത്തവരുണ്ട്. നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എങ്ങനെയാ? സമാധാനപ്പെട്. ഈശ്വര, നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? പിന്നെന്താ എന്നോട് ഇതെല്ലാം ഇത്ര നാളും പറയാത്തത്? എന്നോട് പറഞ്ഞതല്ല, ഞാൻ അവരുടെ നാവിൽ നിന്ന് തന്നെ കേട്ടതാ. ഇക്കാര്യം എനിക്ക് മാത്രമല്ല, അംബികാമാർത്തിനും ദീപക്കിനും, എന്തിന് രമ്യക്ക് പോലും അവരുടെ വിവാഹം നടന്നതാണോ അല്ലയോ എന്ന് സംശയമുണ്ട്. ഈശ്വര, അവരെന്തിന് ഇങ്ങനെ ഒരു നുണ പറയണം? എങ്ങനെ അവർക്കിത് പറയാൻ തോന്നി? ഋതിക മോൾ ആദ്യായി രാജുവിന്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ പതിയെ പതിയെ ഞാൻ ആ കുട്ടിയെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങി. ഇപ്പോ ഞാൻ എന്റെ 3 മക്കളെക്കാളും ഋതിക മോളെ സ്നേഹിക്കുന്നുണ്ട്. പെട്ടെന്നിപ്പോ നിങ്ങൾ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോ എന്താ ഇതിന്റെ അർത്ഥം?